പണ്ട് 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 ഒരു പട്ടണത്തിലെ ഒരു ആശുപത്രിയിൽ ഒരേ ദിവസം ഒരേ സമയം 3 ആൺകുട്ടികൾ ജനിക്കുകയുണ്ടായി. ഇതാ ആ കൈക്കുഞ്ഞുങ്ങളെയും എന്തി അവരുടെ കുട്ടികളല്ല കേട്ടോ, ദൈവത്തിന്റെ സ്വന്തം മാലാഖമാർ മന്ദം മന്ദം നടന്നു വരുന്നു. ഇവരാണ് ഈ കഥയിലെ 3 രാജാക്കന്മാർ. ഇത് നിലമ്പൂർ കൃഷ്ണപുരം കൊട്ടാരം. സാമൂതിരി രാജവംശത്തിലെ ഇളയ തലമുറയിൽപ്പെട്ട 3 സഹോദരങ്ങൾ. അവർക്ക് ഒരേ ദിവസം ഒരേ ആശുപത്രിയിൽ ഒരേ സമയം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച 3 ആൺപുലികൾ. ഇങ്ങനെ ജനിച്ചതുകൊണ്ടോ അതോ ഒത്തുചേരാത്ത കാന്തങ്ങളെ പോലെ ഈ 3 ജനിച്ചു വീണ നിമിഷം മുതൽ തമ്മിൽ ചേരാ പാരകളായി. ഈ ജാതകദോഷം കൊണ്ടുള്ള കുഴപ്പം മാറ്റാനും ഇവർ വളരുമ്പോൾ ഒരുമിച്ച് നിൽക്കാനും മുത്തച്ഛൻ തമ്പുരാൻ സ്വത്തുവകകളെല്ലാം 3 ചെറുമക്കളുടെയും പേരിൽ ഒരുമിച്ച് എഴുതി വെച്ചു. ഹരിശ്രീ ഗണപതിയേ നമഃ. ഒരു പ്രശ്നവുമില്ല, ഉത്തമല്ലേ? തൊട്ടക്കത്തിലൊരു ഇത്തിരി അത് കാര്യാക്കണ്ട. ത്രിമൂർത്തികളാ ഇവര്, ത്രിമൂർത്തികൾ. അത് കാര്യാക്കണ്ട. ബാലചാബല്യം ഒരു 10 വയസ്സങ്ങ് കഴിഞ്ഞോട്ടെ. എന്തേ? എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്. എനിക്ക് വലിയ മസലൊന്നുമില്ല, ശബ്ദഗാംഭീര്യമില്ല. പക്ഷെ എല്ലാരും പറയുന്നത് ഞാൻ ഒരു സ്റ്റാർ ആവുന്ന. ഒരു സ്റ്റാറിന്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു മിനിറ്റേ, ഓരോരുത്തർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, IPL കമ്മീഷണർ ആവണം എന്നൊക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിന്റെ ഹാപ്പി ഹസ്ബൻഡ് ആകണം. രാജമല്ലി വിടരുന്ന പോലെ ഇതനെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുകണം. എല്ലാരും എന്നെ ചോക്ലേറ്റ് ബോയ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എന്റെ ചോക്ലേറ്റ് നീയാണ്. അറിയുകില്ല നീ ആരാരോ. ഒരു 16 വയസ്സിനപ്പുറം പോവില്ല. ഏറിയ ഒരു 18, ഒരു 20, മുട്ടിപ്പോയ ഒരു 24, 25 വയസ്സിനപ്പുറം പോകാൻ ഒരു വഴിയില്ല. ഈ വാശി കാരണവും പിന്നെ അച്ഛൻ തമ്പുരാന്മാരുടെ ചില പിടിപ്പുകേടുകൾ കാരണവും കൊട്ടാരവും സ്വത്തുവകകളും ജപ്തിയുടെ വക്കിലെത്തി. കൊട്ടാരം തനിക്കു മാത്രമായി തിരിച്ചു പിടിക്കുവാനും സ്വന്തം നിലയിൽ കോടീശ്വരന്മാരാകാനും 3 യുവരാജാക്കന്മാരുടെ പടയൊരുക്കം തുടങ്ങി. ഇവരെന്താ പറഞ്ഞത്? എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച രാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന്. ഓ എടാ ഗോപി മഞ്ചൂരിയന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല, അടുത്ത സീസണിൽ പോലും നിനക്കെന്നെ കിട്ടില്ല. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. യാഹൂ. കൊട്ടാരത്തിലെ ജ്യേഷ്ഠൻ തമ്പുരാന്റെ മകനാണ് ഇയാൾ. പേര് ഭാസ്കരൻ ഉണ്ണിരാജ. കളിച്ച് കളിച്ച് കോടികൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കക്ഷി. ധോണിയെ നേരിൽ കാണുമ്പോൾ സംസാരിക്കാൻ ഹിന്ദി പാർട്ട് ടൈമായി പഠിക്കുന്നുമുണ്ട്. മോനെ പാക്കര, നിന്റെ IPL ഞാനിന്ന് കലക്കി തരാടാ. കൈ കഴുകാത്ത നന്നായി. സർ കൂൾ ഡ്രിങ്ക്, സർ കൂൾ ഡ്രിങ്ക്. താങ്ക് യു. കൂൾ ഡ്രിങ്ക് സർ. സർ തണുത്ത കൂൾ ഡ്രിങ്ക് സർ. താങ്ക് യു. ആയിക്കോട്ടെ.
Okay, here we go. Yeah. Once upon a time, in a small little place, there were 3 little guys. Your name, please? अच्छा कुछा बांजी 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 Hey, തിരിഞ്ഞു നിൽക്കും man. And we started kicking. 3 of them were caught up in. Why don't you face the baller man? IPL സെലക്ഷനിടയിൽ സുശാന്തിന് വീണ്ടും പരിക്ക്. ഇക്കൊല്ലവും ടീമിൽ കളിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ടീം സെലക്ഷന് വന്ന ഭാസ്കരൻ ഉണ്ണി രാജയുടെ അശ്രദ്ധമായ ബാറ്റിംഗിനിടയിലാണ് സുശാന്തിന് വീണ്ടും പരിക്കേറ്റത്. ഇവൻ ശങ്കരനുണ്ണി രാജ ഒരു സൂപ്പർ സ്റ്റാറായി കുടുംബം നന്നാക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവൻ സ്വയം ആടിപ്പാടി സംവിധാനം ചെയ്ത ഒരു ആൽബം ഇറക്കി, ബിൽസില. അത് അവന് തന്നെ പാരയായിരിക്കുന്ന കാലം. റെഡി സാർ ടേക്ക്. അല്ല സാർ റെഡി അല്ല, എനിക്ക് എന്റെ പഞ്ഞി കാണുന്നില്ല. ചേച്ചി എടുത്ത എന്റെ പഞ്ഞി. പഞ്ഞി ആ ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ചാവും? ചേട്ടാ ഒരു മിനിറ്റ്. അതെ ഈ ശവം ഈ ശവം എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? എന്തിനാ? അല്ല അതിനനുസരിച്ച് എക്സ്പ്രഷൻ കൊടുക്കാനാ. ശവത്തിന് എക്സ്പ്രഷനോ? ആ ഇതിപ്പോ ഒരു ലോറി ഇടിച്ച് മരിച്ച ഡെഡ് ബോഡി ആണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയല്ലേ ഭാവം വരൂ. അതല്ല തൂങ്ങി മരിച്ച ഡെഡ് ബോഡി ആണെങ്കിൽ ഇങ്ങനെയും. അതല്ല മാരകമായ വല്ല അസുഖം ഒരു എക്സ്പ്രഷനും വേണ്ട, ചേട്ടൻ വെറുതെ കിടന്നാ മതി. അപ്പൊ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായിരിക്കും. ഓക്കെ ചേച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല അല്ലല്ല മൊബൈലില്. സത്യം പറയാനും പാടില്ല. റെഡി സാർ റെഡി സാർ. ഓഹ് ചൊറിഞ്ഞിട്ടും വയ്യ. എന്റെ ബിൽസില ഇതാരെവിടെ കൊണ്ട് കൊടുത്തത്? എന്നെ കാണാൻ ഷാറൂഖ് ഖാൻ, നിന്നെ കാണാൻ നയൻതാര, നമ്മൾ രണ്ടും കൂടിയ പിന്നെ ബിൽസിലാ ബിൽസിലാ ബിൽസിലാ. റിയലി മനസ്സിൽ ലെട്ടുപൊട്ടി. ബിൽസിലെ കേട്ടാൽ ഹാർട്ടിലാകെ കമ്പിത്തിരികൾ കത്തും. കുമിള പോലുള്ള ജീവിതം ബിൽസിലെ കേട്ടാൽ ഹാപ്പിയാകും. എവിടെ ആ നശിച്ച ശവം എവിടെ? സാർ എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്ക് അറിയാതൊരു അബദ്ധം പറ്റിയതാ. ഇനി സിനിമ സീരിയൽ അഭിനയം എങ്ങാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മുഖത്താസിട്ടൊഴിക്കും ഞാൻ. തക്ക സമയത്ത് ആ ഭാസ്കരൻ സി ഡി എന്നാ നന്നായി, ഇല്ലെങ്കിൽ ഞാനൊരു ഗതിയായേനെ. മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ. ഇനി ഞാനിത് യൂട്യൂബിൽ കൊടുക്കും. ഹലോ, ഞാനിവിടെ അമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ ഫൈറ്റ് സീൻ. ഇതാ അമ്മനാത്തോന്റെ അച്ഛനല്ലേ? അത് വേറെ ആരും അമ്മയുടെ നാത്തൂര. നീ വാ, അത് അയാളൊന്നും അല്ല. നീ സീരിയൽ അഭിനയിക്കാൻ വന്നല്ലേ? അല്ല ഇത് സിനിമയുടെ ഷൂട്ടിംഗ് തന്നെയാ. സത്യം പറയുന്നത് സീരിയലിന്റെ ഷൂട്ടിംഗ് അല്ലേ? അതെ അതെ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു ശങ്കു. ഞാൻ ഭയന്നു നീ വല്ല സിനിമയിൽ അഭിനയിച്ച് വഴിതെറ്റി പോവെന്ന്. ഇതിപ്പോ സീരിയൽ എന്ത് നല്ല കാര്യമാണ്. എത്ര കുടുംബങ്ങൾക്ക് നീ വഴികാട്ടിയാവും. ഐ ആം സോ ഹാപ്പി. ഇതും നിന്റെ ബിൽസിലെ പോലെ. അയ്യോ
എന്താ? ഒന്നുമില്ല, വന്നേ വാ. ഇത് വെറും എൻ്റെ ഹോബി മാത്രമാണ്. പപ്പ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകും വരെ മാത്രം. ഐ ടോൾഡ് യു ബിഫോർ, റൈറ്റ്? അതൊക്കെ പോട്ടെ, നിന്റെ അടുത്ത് ഇവിടെ ഞാനുണ്ടെന്ന് ആരാ പറഞ്ഞു? ഹൂ ടോൾഡ് യു ദാറ്റ്? യുവർ കസിൻ റാം. ഓ, റാം. ഞാൻ ഊഹിച്ചു. കം കം കം. Ladies and gentlemen, കോടീശ്വരി മഞ്ജനി ശിവദാസിനെ സ്വന്തമാക്കി 1 കോടി രൂപയുടെ ഫ്ലാറ്റും ബെൻസ് കാറും വിൻ ചെയ്യാൻ പോകുന്ന ആ ഭാഗ്യവാനാരെന്ന് ഇപ്പോൾ അറിയാം. പ്ലീസ് വെൽക്കം ദ മണവാട്ടിക്കുട്ടി മഞ്ജനി. ടെൻഷൻ ഉണ്ടോ മഞ്ജനി? ഇതാ ടെൻഷൻ ഫ്രീ മഞ്ജനി. Manjani's hero is a chocolate boy from Cochin, Ram Yuvraj. ഇത് രാമനുണ്ണി രാജ, സഹോദരങ്ങളിൽ സഹോദരിയുടെ മകൻ. റിയാലിറ്റി ഷോകളിലൂടെ റിയൽ എസ്റ്റേറ്റ് രാജാവാകാൻ നടക്കുന്നയാൾ. Give a big hand to Manjani's hero, Ram. Congratulations, Mr. Ram, for your fantastic performances in all the rounds. Thanks. Yes. Chuchi. നല്ല ഭർത്താവാകാനുള്ള എല്ലാ ഗുണങ്ങളും തനിക്കുണ്ടെന്ന് റാം തെളിയിച്ചു. ഹാപ്പി ഹസ്ബൻഡ് റൗണ്ടിൽ വെറും 1 മണിക്കൂർ കൊണ്ട് 36 ചുരിദാർ, 28 സാരി, 112 നൈറ്റി എന്നിവ 2.5 സ്പൂൺ സോപ്പ് പൊടിയും 1.5 ബക്കറ്റ് വെള്ളവും മാത്രം ഉപയോഗിച്ച് കഴുകി ഊതി ഉണക്കിയ മിടുക്കൻ. ശിശുപാലന റൗണ്ടിലും പാചക റൗണ്ടിലും തന്റെ 1ാം സ്ഥാനം കൈവിടാതെ ഇടിച്ചു പരത്തി ഉറപ്പിച്ചു. കണ്ടില്ലേ, പെങ്ങളോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ട് അവൻ കാണിക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. എനിക്ക് പൊക്കം കുറവുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതിനവനാരാ? അമിതാഭ് ബച്ചനോ? നിറമുള്ള ഒരു ശ്രീനിവാസൻ, അത്രേ ഉള്ളൂ. പ്രതികരിക്കൂ പെങ്ങളെ, ചോടോ മത്തുസേ. Please put your hands together for Manjani and Ram Swayamvaram. Go, go. മഞ്ജനി അല്ല രഞ്ജു, ഞാൻ പറയുന്നു. ഞാൻ മാലിട്ടോട്ടെ. രഞ്ജുരെ, ഒരു ഫ്ലാറ്റും ബെൻസ് കാറുമാണ്. ഞാൻ പറയട്ടെ, എന്റെ പൊന്നു രഞ്ജു, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കും. ഇതൊരു ഗെയിം ഷോ അല്ലേ? ഗെയിമോ? കല്യാണം നിനക്ക് ഗെയിം ആണല്ലേ? നീ ആരെ വേണമെങ്കിലും കെട്ടിക്കോ. കോടീശ്വര ഭദ്രകളി ആരെ വേണമെങ്കിലും. എന്റെ രഞ്ജു, ഉച്ചയ്ക്ക് കല്യാണം കഴിച്ച ആദ്യ രാത്രിക്ക് തൊട്ട് മുമ്പ് ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യില്ലേ? രഞ്ജു, ഞാൻ ആകെ കുളവായല്ലോടോ. ഒരു വിധത്തിൽ കരകയറി വരികയായിരുന്നു. എവിടെ നിന്ന് കിട്ടിയടോ ഇയാളെ? തൻ്റേതോ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്താ സാറേ, ഇതുപോലെ വേറെ 2 ഉണ്ട്. 3 അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. സ്പോൺസറോട് പറയാൻ വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. നമുക്കൊരു മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമ കോമഡി ചെയ്താലോ? കലക്കും. പിന്നെ ഫൈനൽ റൗണ്ടിലെ ഒരു ട്വിസ്റ്റും. ട്വിസ്റ്റോ? എന്ത് ട്വിസ്റ്റ്? ഈ ഫൈനൽ റൗണ്ടിലെ ഒരു കണ്ടസ്റ്റന്റ് കൊല്ലപ്പെടുന്നു. റിമോട്ടാൻ നോക്കത്തില്ല, ഒറ്റ ഏറ് വെച്ചോണ്ടല്ലോ. എന്റെ ഈശ്വര, സ്പോൺസറോട് ഞാൻ ഇനി എന്ത് മറുപടി പറയും? ത്രിമൂർത്തികൾ നാണമല്ലോ അവന്മാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ. തലതിരിഞ്ഞവരവന്മാര് എങ്ങനെ നന്നാവും? മോനെ അശോക, അത് നീ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടല്ലേ തോന്നുന്നത്. അവര് നല്ലവരാ. ഞാനിങ്ങനെ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടാ തല തിരിയാതിരിക്കുന്നത്. പക്ഷേ അവന്മാര് തല തിരിയാതെ നിൽക്കുന്നോണ്ടാ തല തിരിഞ്ഞിരിക്കുന്നത്. മോനെ, ഞങ്ങള് ശ്രമിക്കാഞ്ഞിട്ടാണോ? നീ വിചാരിച്ച നടക്കും. ഒന്നുമില്ലെങ്കിലും നീയും കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഒരു അംഗമല്ലേ? കൃഷ്ണപുരം കൊട്ടാരത്തിലെ അംഗം അങ്ങനെ പറയാൻ എനിക്ക് നാണക്കേടാ. അവന്മാര് കാരണം. എനിക്ക് കൊട്ടാരത്തിലെ അഡ്രസ് വേണ്ട. പക്ഷേ ആ ത്രിമൂർത്തികളൊന്ന് ആഞ്ഞു പിടിച്ച
ഇനി ആ കൊട്ടാരത്തിൽ അഡ്രസ്സേ ഉണ്ടാവില്ല. അതാ ഞങ്ങൾ നിന്റെ അടുത്ത് വന്നത്. 3 പേരെ ഒരുമിച്ച് ഒരിടത്ത് ജോലിക്ക് നിർത്താൻ നിന്നെ കൊണ്ടാവും. അതൊരു തുടക്കാവും. അവിടെയും തുടങ്ങും തമ്മിപ്പാര. എല്ലാവർക്കും കോടീശ്വരന്മാരാണല്ലോ. നിങ്ങളുടെ മോന പുളുന്തം പ്രേം നസീർ രാമൻ ഞാൻ ജോലി ചെയ്യുന്ന ചാനലിന്റെ റിയാലിറ്റി ഷോയാണ് കൊളവാക്കിയത്. മോനെ, നിന്റെ അച്ഛൻ പ്രഭാകരേട്ടൻ മൂപ്പരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തേനെ. ഓ, പഴയ കടപ്പാടിന്റെ പാഴ്സൽ തുറക്കണ്ട. നിങ്ങൾ ചെല്ല്, ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടായാ പിന്നെ പ്രഭാരം ചേട്ടനെ പ്രഭാരി ചേച്ചിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ചെല്ല്. അതെ, എന്തിനാ ചേട്ടാ ആ തല്ലിപ്പൊളികളെ നന്നാക്കാൻ വെറുതെ? നന്നാക്കാനോ? എടാ, അവന്മാർക്ക് പണി മേടിച്ചു കൊടുത്ത് പണി കൊടുക്കാൻ പോവാ. നമ്മുടെ സായിപ്പ് ഡിക്രൂസിന്റെ കോൾ സെന്ററിൽ അവിടെ അവന്മാർ എന്തെങ്കിലും വിളച്ചിലെടുക്കും. ആ ചേട്ടകളുടെ ശല്യം അതോടെ കൊട്ടാരത്തിൽ കൈവക്കാൻ ഞാൻ ചില സൂത്രപ്പണികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. So guys, the calls you will be getting will be from the people who have bought products of Blue Diamond, like washing machine, treadmill, mixie, DVD player, LCD, etc. etc. ചെറിയ സംശയങ്ങളെ ഉണ്ടാവൂ. എത്രയും പെട്ടെന്ന് കോൾ ഫിനിഷ് ചെയ്ത് just move on, okay? Because more calls, more money, yeah? Okay, sir. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും TV എന്നോ മിക്സി എന്നോ പറയരുത്. Only company name, which is Blue Diamond. Good. ഓരോ വർക്ക് സ്റ്റേഷനിലും അവരുടെ പ്രോഡക്ട്സിന്റെ കോൾസ് മാത്രമേ വരൂ. സോ സ്ട്രിക്ട് ടു ദ ഇൻസ്ട്രക്ഷൻ ഷീറ്റ്. വേറെ ഒന്നും പറയാൻ പോവണ്ട. പറഞ്ഞാൽ യു വിൽ ബി ഫയർഡ്. പിന്നെ കസ്റ്റമേഴ്സിനോട് മാന്യമായി മാത്രമേ സംസാരിക്കാവൂ. നിങ്ങളുടെ എല്ലാ കോൾസും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, നൗ ഗുഡ് ലക്ക് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. Thank you, sir. ഇവന്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നിനക്കിരിക്കട്ടോ. നിന്റെ ഇവനും എനിക്കാണ് മോനെ പൂരം. ദൈവമേ, എന്നെ മാത്രം രക്ഷിക്കണേ. Once upon a time in a small little place, there were 3 little guys all singing about your rap game. Wow, treadmill, simple. ഹലോ ഹലോ, ആ നിങ്ങളുടെ ഈ മെഷീനെ നേരാൻ വണ്ണമൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഓ, ഡു വൺ തിങ് സർ. ആദ്യം അതിൽ കയറി നിൽക്കൂ. ആദ്യം അതിൽ കയറി നിൽക്കൂ. കേറി ഞാൻ യു മീൻ കേറി നിൽക്കാനോ? അതെ, കാമോൺ സർ, ഞങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ട് ഓൺ ബട്ടൺ അമർത്തി മെല്ലെ നടക്കൂ. ഹലോ ഹലോ, മിസ്റ്റർ, ദിസ് ബ്ലഡി തിങ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. വാട്ട് ടു ഡു? ഡോണ്ട് വറി. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഏതാണെന്ന് പറയൂ. ചമ്മന്തിയോ? തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. വെരി നൈസ്. അപ്പൊ ഉടൻ തന്നെ ഒരല്പം ചുട്ട തേങ്ങാപ്പേരയും മുളകും പെട്ടെന്ന് എടുത്തോണ്ട് വരൂ. വാട്ട്? ഹലോ, ബ്ലൂ ഡയമണ്ട് കസ്റ്റമർ സർവീസ്. നിങ്ങളുടെ ബ്ലൂ ഡയമണ്ട് മെഷീൻ എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. പ്രശ്നം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇത് നേരെ വർക്ക് ആവുന്നില്ല. തീരെ സ്പീഡ് കിട്ടുന്നില്ല. കല്യാണത്തിന് എന്റെ മമ്മി വാങ്ങി തന്നതാ. ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം പ്ലീസ്. അയ്യോ, ഇത് എന്ന് പറയരുത് മാഡം. ബ്ലൂ ഡയമണ്ട് എന്ന് പറയൂ. ഡോണ്ട് വറി. ആദ്യം അലക്കാൻ പാകത്തിന് എന്തെങ്കിലും എടുക്കൂ. അലക്കാനോ? അയ്യോ, സമയം കളയരുത് മാഡം. ഒരു 1/2 സ്പൂൺ പൗഡർ ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ലോ സ്പീഡിൽ ഓൺ ചെയ്യൂ. എന്നെ വിശ്വസിക്കൂ മാഡം. ഇൻലോസ് വരുന്നതിന് മുമ്പ് നമുക്ക് ശരിയാക്കണ്ടേ? കമോൺ, ഇടൂ. ഇനി ആ പച്ച ബട്ടൺ അമർത്തിട്ട് സ്പീഡ് കൂട്ടിക്കോളൂ. അതിന് ഞാൻ തുണിയൊന്നും ഇട്ടിട്ടില്ല. തുണിയൊന്നും ഇടാതെയാണോ സാറേ? നോട്ടി പോയി. ഒരു കണക്കിന് തുണി ഇല്ലാതിരിക്കുന്നതാണ് സാർ നല്ലത്. വേർക്കില്ല. ഓൺ ചെയ്യൂ, സ്പീഡ് കൂട്ടൂ. വെള്ളം ഒഴിക്കണോ? ഒഴിക്കൂ മാഡം. ട്രസ്റ്റ് ബ്ലൂ ഡയമണ്ട്. 1/4 ഗ്ലാസ് മതി. കമോൺ, ഒഴിക്കൂ. അതടയ്ക്കൂ. ഇനി ഓൺ ചെയ്യൂ and see the magic of Blue Diamond.
നിങ്ങളുടെ ഫേവറേറ്റ് ചുട്ടരച്ച ചമ്മന്തി തയ്യാർ. ആ പിന്നെ കഴിക്കും മുമ്പ് അല്പം പച്ചമല്ലി കൂടി തൂവാൻ മറക്കണ്ട. തന്റെ ഒരു റെക്കമെൻഡേഷൻ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. തന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടാതെ വിടില്ല ഞാൻ, ഓർത്തോ. പിന്നെ അവന്മാരെ എന്റെ കൈ കിട്ടും. ബ്ലഡി ഫൂൾസ്. എടാ പൊന്ന ദ്രോഹികളെ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. എല്ലാവരോടും നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത അവധിക്ക് ബാങ്കിന്റെയും മറ്റും കടങ്ങൾ വീട്ടിയില്ലെങ്കിൽ കൊട്ടാരവും മറ്റു വസ്തുക്കളും ലേലത്തിൽ പോകും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കാണണം. അല്ലെങ്കിൽ ഇതാരൊക്കെയാ എഴുന്നള്ളിരിക്കുന്നത്? ഗോവിന്ദ, ഇവരല്ലേ ആ 3 രാജാക്കന്മാർ? അതെ. പ്രജകൾക്കൊക്കെ സുഖം തന്നെയല്ലേ? എങ്ങനെ ദിനകര? ആ പഴയ ബാല്യക്കാരനോടുള്ള പുച്ഛം അത് മുഖത്ത് വേണ്ട. മുതലാളി, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുതലും പലിശയും തരാനാകാതെ കിടപ്പാടവും ഈ കൊട്ടാരവും മൊത്തത്തിൽ വാരാൻ പോകുന്ന ദിനകരൻ മൊയിലാളി. വക്കീൽ സാറേ, കേസ് വിധിയായ കൊട്ടാരം ബാങ്ക് ലേലത്തിൽ വെക്കും. അപ്പൊ എനിക്കിത് എടുക്കാമല്ലോ. എനിക്കും എടുക്കാം. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക കെട്ടിവെക്കുന്ന ആർക്കും ഇതെടുക്കാം. അത് ഈ ദിനകരനായിരിക്കും. അഷ്ടയ്ക്ക് വകയില്ലാത്ത ദരിദ്രവാസികൾ ഏറ്റെടുക്കും പോലും. എന്താടാ ഏറ്റെടുക്കൂടാ? നിന്റെയൊക്കെ കൺമുമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ഏറ്റെടുക്കൂടാ? എടാന്നോ? ദിനകര മുതലാളി, സന്തോഷായി. നിനക്കെങ്കിലും വിവരമുണ്ടല്ലോ മോനെ. അങ്ങനെ ഈ പട്ടി വിളിക്കും. കൊട്ടാരം അവൻ എടുക്കൂല, ഞാൻ ഏറ്റെടുക്കും. ഇത് തനിക്കുള്ളതാ. മോനെ, നീ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള കാര്യം മറക്കരുത്. സോറി. ഞാൻ എന്റെ ഇമേജ് ഒന്ന് മാറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോടോ. ആ നാറിയുടെ കടം മേടിക്കാൻ പോയതാ നമ്മളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഓരോ കള്ളക്കണക്കും കാണിച്ചിട്ടുള്ളതെല്ലാം തട്ടിയെടുക്കാൻ നോക്കുക. കൊട്ടാരം കൈക്കലാക്കാനുള്ള ഒറ്റ വാശിയില്ല ദിനകരൻ. നിങ്ങളുടെ അച്ഛന്മാർക്ക് ഞാനൊരൊറ്റ വക്കീലല്ലേ ഉള്ളൂ. അവർക്കുള്ള ഒത്തൊരുമ നിങ്ങൾക്കായിക്കൂടെ? നിങ്ങളുടെ ഒരൊറ്റ ഒപ്പുമതി എല്ലാ പ്രശ്നങ്ങളും തീരാൻ. ഇങ്ങോട്ട് വന്നേ. നിന്നെ ആരെയും വിളിച്ചു? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്റെ പട്ടി വരും. അതാ നീ വരണ്ടെന്ന് പറഞ്ഞു. എന്താടാ? ഒന്നും നടക്കില്ല ഏട്ടാ. അങ്ങനെ എൻ്റെ ഒരു ഒപ്പ് കൊണ്ട് അവന്മാരെ വീട്ടുകാരും അങ്ങനെ രക്ഷപ്പെടണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കുമേ. കൊട്ടാരം ഞാൻ തന്നെ തിരിച്ചു പിടിക്കും. എന്താ അച്ഛനൊരു പുച്ഛഭാവം? ഒന്ന് ചുമ്മാ ഇരിക്കച്ചാ. ബിസിനസ്സിനാ മറ്റേനാന്നൊക്കെ പറഞ്ഞ അച്ഛനെ അവർ ചതിക്കായിരുന്നു. അവരെ ഞാൻ രക്ഷിക്കാനോ? ഇമ്പോസിബിൾ. ഇത് തിരിച്ചു പിടിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ എന്ത് വഴിയാ കണ്ടുവച്ചിരിക്കണേ? കല്യാണം. കല്യാണോ? വീണ്ടും വല്ല റിയാലിറ്റി ഷോ ആണോ? ഇതല്ല. അമ്മയോട് ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഞാനൊരു കുട്ടിയെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഒരു കോടീശ്വരന്റെ മകളാ. അങ്ങേരാണെങ്കിൽ ഒരു തങ്കപ്പെട്ട മനുഷ്യനും. കല്യാണം കഴിഞ്ഞാൽ മരുമകന് വേണ്ടി എന്ത് ചെയ്യാനും പുള്ളി തയ്യാറാ. കൊട്ടാരം നമ്മുടേതാകു വച്ചാ. യെസ് മഞ്ജു, നീ നിന്റെ ഫാമിലിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാനേ. എന്റെ മൂക്കിന് വല്ല കുഴപ്പമുണ്ടോ? ഇത് ജപ്പാ മൂക്കല്ലേ? അയ്യോ എന്ന് അസൂയുള്ളവർ പറയും. ഇത് വെറും മൂക്കല്ല, ഇത് ഗരുഡന്റെ മൂക്കാണ്. ഗരുഡൻസ് നോസ് ഈസ് നൈസ്, നോ? ഓഫ് കോഴ്സ്. അതൊക്കെ പോട്ടെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, ഇതൊക്കെയൊന്ന് നമുക്ക് നേരെയാക്കണ്ടേ? ഇത് ഓടുന്നുണ്ടല്ലോ. വാച്ചിന്റെ കാര്യമല്ല, അച്ഛന്റെ കാര്യം. അച്ഛനെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ? ഓ നൈസ്. ബാസി ഡാഡിയും കൂട്ടി. ഡാഡി കണ്ണൂരിന് വേണ്ടി ഒരു IPL ടീം സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ്. കണ്ണൂർ കരടീസ് ഫുൾ ടൈം ബോംബെയിലാ. ഡാഡി ഇല്ലാതെ ഞാൻ മാത്രം വീട്ടിലൊറ്റയ്ക്ക് വന്നാൽ ഇറ്റ്സ് നോട്ട് നൈസ്, നോ? ആദ്യം ഭാസ്കർ വന്നാ മതി. അച്ഛനെ കണ്ട് കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് എനിക്ക് ഉറപ്പാ ഭാസ്കറിനെ കണ്ടാ തന്നെ he will love you. And I love him too. അയ്യോ ലേറ്റ് ആയി, ഞാൻ പോട്ടെ ബാസി. വരില്ലേ നീ? ജറൂർ ആऊंगा. മഞ്ജു, ഞാനിവിടെ എത്തി. പേടിയോ ടെൻഷനോ? ഞാൻ വളരെ കൂളല്ലേ. ഓക്കെ, ഞാനിതാ എത്തി. ഹിയർ ഐ കം. സീ യു.